എന്തിന്റെ പാച്ചുന് വേണ്ടേ? ഏത് മിഠായിയാ? മിഠായി വേണോ? മിഠായി എവിടെ മിഠായി ഇരിക്കണേ? മിഠായി തരാട്ടാ. മരുന്ന് കുടിക്കോ? ഇത്തിരി പാരസിറ്റമോൾ തരട്ടെ? മിഠായി തരാം, മരുന്ന് കുടിച്ചാ തരാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. ബോറടിച്ചിരിക്കുക മീൻസ് അത് വേറൊന്നുമല്ല, പാച്ചുവിന് നല്ല പനി. ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് മിനിഞ്ഞാന്ന് ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലേ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി. അങ്ങനെ അവന് സ്ഥിരം കൊടുക്കാറുള്ള മെഡിസിൻസ് മറ്റേ പാരസിറ്റമോളൊക്കെ കൊടുത്തെങ്കിലും അവൻ കുടിക്കാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല. പാച്ചു അങ്ങനെയാ. പാച്ചുവിന് വയ്യായ്മ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുമല്ലോ, സിങ്കോവിറ്റ് അയണൊക്കെ കൊടുക്കുമ്പോൾ അവൻ ചോദിച്ച് മേടിച്ച് കഴിക്കും. അതൊന്നും ശരിക്കും പറഞ്ഞാല് ടേസ്റ്റ് വൈസ് ഭയങ്കര പൊട്ടയാ. അത് പക്ഷെ കുടിക്കാൻ അവന് കുഴപ്പമില്ല. പക്ഷെ പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ അവൻ കുടിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും വയ്യായ്മയ്ക്ക് എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അവൻ കുടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പാച്ചുവിനിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി പാരസെറ്റമോൾ ഒന്നും കുടിച്ചില്ല. ഞാൻ പാലിക്കോട കൊടുത്തു നോക്കി, കുടിച്ചില്ല. അല്ലാണ്ട് ഫില്ലറിൽ കൊടുത്തു നോക്കി, കുടിച്ചില്ല. അങ്ങനെ രാത്രി എങ്ങനെയോ കഴിച്ചു കൂട്ടി. ഭയങ്കര പനിയായിരുന്നു. നമ്മൾ സ്പഞ്ചൊക്കെ ചെയ്ത് ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ നോക്കിയെങ്കിലും അതുകൊണ്ട് മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ വീണ്ടും ഇന്ന് രാവിലെ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഡോക്ടറും പറഞ്ഞത് ഇത് മാത്രം കൊടുത്താൽ പോരാ, വെമോളോ അല്ലെങ്കിൽ പാരസെറ്റമോളോ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാച്ചുവിന് വയ്യായ ആണെങ്കിലും കുറുമ്പിനും കുരുത്തക്കേട്ടൊന്നും കുറവില്ല. കണ്ട ഹായ് പറഞ്ഞേ, പറ. ഞങ്ങൾക്ക് 102 ഡിഗ്രി പനിയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിതിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ വെറുതെ വിടാണ്ട് എൻ്റെ മേത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക, എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല. ഞങ്ങളിങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കുറേ നേരം ഇരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി വ്ളോഗ് എടുത്തേക്കാം, എനിക്കൊരു ടൈം പാസ് വേണ്ടേ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഇപ്പോൾ സമയം 12 മണി. രാവിലെ മെഡിസിൻ കൊടുത്ത് അത് കഴിഞ്ഞ് 1 hour ഗ്യാപ്പിലാണ് ടാബ്ലറ്റ് പറഞ്ഞേക്കണം, അതൊക്കെ കൊടുത്തു. എങ്ങനെയോ അവൻ്റെ ഭക്ഷണം കഴിപ്പിച്ച് ഫസ്റ്റ് ഡോസ് പാരാസിറ്റമോൾ കൊടുക്കാൻ വേണ്ടി പിടിച്ച് കൊടുത്തതും ഇന്നലെ തൊട്ടുള്ളത് ഫുൾ ഛർദ്ദിച്ച് കളഞ്ഞു. കുളിച്ച് റെഡിയായി ഇതേ അപ്പോൾ അതേ വീണ്ടും കിടത്തിയിരിക്കുകയാണ്. അയ്യോ ഒന്നും പറയണ്ട. അപ്പം ഇനി അടുത്ത മറ്റേ ഹോമിയോ ഗുളിക കൊടുക്കാനുള്ള സമയമായി. അപ്പം ഞാൻ കൊടുക്കട്ടെ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു സിക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. പാച്ചു സിക്ക് ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇന്നില്ല, അല്ലേ പാച്ചു? എൻ്റെ അപ്പം അങ്ങനെ. അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു കണക്കിനാണ് പാച്ചുവിനെ ഞാൻ ബെഡിലേക്ക് കിടത്തിയത്. അവന് എപ്പോഴും എൻ്റെ മേത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് അവനെപ്പോഴും ഭയങ്കര സെക്യൂറായിട്ട് തോന്നുക. അങ്ങനെ ഞാൻ അവനെ കിടത്തി ഉറക്കി കുറച്ച് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്കൊരു കൊറിയർ വന്നത്. അപ്പോൾ ഇതാ ഒരു കൊറിയർ വന്നതാണ് കേട്ടോ. നമ്മുടെ ഇൻഡസ് വാലിയുടെ ഞാൻ മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പാത്രമാണ്. ഇത് പൊട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഞാനൊരു കടായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ മീഡിയവും സ്മോളും ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ല ഉപയോഗമായിരുന്നു. അപ്പം ഞാനൊരു ലാർജ് കൂടി പറഞ്ഞു. ഈ ഒരു മീഡിയം സ്മോൾ താനെ വാങ്ങിച്ചു തോന്നുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ എൻ്റെ വക ഒരു ലാർജ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കറക്റ്റാണ്. മറ്റേത് രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ഇപ്പം 4 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ കറക്റ്റാണ് ആ ചെറുത്. മാത്രമല്ല അത്യാവശ്യം നല്ല ഹെവി ബോട്ടമാണ്, നല്ല വെയിറ്റാണ്. യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും എനിക്ക് ഭയങ്കര പെട്ടെന്നാവും ക്ലീൻ ആവണ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ലിഡും ഉണ്ട്. മറ്റേത് രണ്ടിനും ലിഡില്ലേ, ലിഡുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായി. കറക്റ്റ് നല്ല ഒരു അടിപൊളി പാത്രമാണ്. ഇത് കയ്യിൽ പിടിക്കാനുള്ള ലിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഇൻഡസ് വാലിയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 100% ഹെൽത്തി കുക്ക് വെയർ ആണ്. അവരുടെ മറ്റേ കാസ്റ്റ് അയൺ പ്രോഡക്ട്സും നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ
നമ്മുടെ കിച്ചണിൻ്റെ മറ്റേ ഞങ്ങളുടെ പഴയ പാത്രങ്ങളൊക്കെ മാറ്റിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇൻഡസ് വാലിയുടെ ഒരു പാത്രം റാൻഡമായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അവരുടെ ഇഷ്ടപ്പെട്ടപ്പോൾ അവരുടേതായ ഇപ്പോൾ ഫ്രൈ പാൻ, നമ്മുടെ ബിരിയാണി പോട്ടുകളൊക്കെ ഇപ്പോൾ ഇൻഡസ് വാലിയുടെ ആണ് മൊത്തം ഇവിടെ പാത്രങ്ങൾ. ഞങ്ങൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ കുക്കറും എല്ലാം നല്ലതാണ്. ഇപ്പോൾ കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റ് അയൺ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ നല്ലതാണ് ഹെൽത്തിനൊക്കെ. റിച്ച് അയൺ ഒക്കെ നമുക്ക് അതിൽ ചെയ്യുമ്പം ഒരുപാട് കൂടുതൽ ഹെൽത്തി ആയിരിക്കും, അയൺ റിച്ച് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. കാസ്റ്റ് അയണിന് നല്ല വെയിറ്റ് ആണ്, അതും നല്ലതാണ്. പക്ഷെ നമുക്ക് ഡെയിലി ലൈഫിൽ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ തോന്നിയത് ഇതാണ്. അപ്പോൾ അവരുടെ മിൽക്ക് കുക്കറൊക്കെ ഉണ്ടോ, മിൽക്ക് കുക്കർ, അപ്പച്ചട്ടി, ഉണ്ണിയപ്പച്ചട്ടി, പിള്ളേർക്കടക്കമുള്ള സിപ്പർ, ഫ്ലാസ്ക്, ബോട്ടിലുകൾ, പുട്ടുംകുറ്റി, പിന്നെ ഇത് മൾട്ടി പർപ്പസ് പോട്ട് നമ്മുടെ ഉണ്ട്. ഇതുണ്ട്, ഇത് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലിയുടെ ധൈര്യമായിട്ട് വാങ്ങിക്കേണ്ടത്. നമ്മുടെ ഈ 3 ലെയർ ഡിസൈനിലുള്ള ട്രൈപ്ലൈ പ്രീമിയം മറ്റേ കേട്ടോ സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബിരിയാണി പോട്ട് സൂപ്പറാണ് കേട്ടോ. എനിക്ക് ബിരിയാണി പോട്ട് എനിക്ക് പേഴ്സണലി അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ വെക്കുന്ന വീട്ടിൽ തന്നെ എടുത്തിട്ടില്ലേ, ഞണ്ട് കറി വെക്കണം. അടിപൊളിയാണ്. ഞാൻ അതില് ടൊമാറ്റോ റൈസ് വെച്ചു, ഗീ റൈസ് വെച്ചു, ഞണ്ട് കറി വെച്ചു. അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി ഇതിൽ കൊള്ളും. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഇതിൻ്റെതായ എല്ലാ വലുപ്പത്തിലുള്ള പാത്രങ്ങളും ആയപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഡിംപിൾ 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഞാൻ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കാം, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇത് എടുത്ത് വെക്കട്ടെ തൽക്കാലം. നമുക്കിത് കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയില്ല, അവൻ ഈ വയ്യാത്ത കാരണം ഇച്ചിരി ക്രാങ്കിയാണ്. പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഫുൾ അലങ്കോല, ഒന്ന് തലപൊക്കിയ സമയത്ത് ഇത് അവിടെ ഫുൾ അലങ്കോലാക്കിയിട്ടുണ്ട്. അതൊന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ അപ്പോഴേക്കും അവൻ എനിക്കാണെങ്കിൽ പ്ലാനുകളൊക്കെ പോവും. അപ്പോൾ എന്താണെന്നറിയില്ല, നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ നോക്കട്ടെ. പാച്ചു ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ആകെ ഒരു 1/2 ബോട്ടിൽ പാലാണ് കുടിച്ചത്. അത് അങ്ങനെ വൊമിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഡാഡി ഇതേ ORS ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം അവൻ കുടിക്കാറില്ല പൊതുവേ, എന്നാലും ഡാഡിയുടെ സമാധാനത്തിന് വാങ്ങിച്ച് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, അവൻ കുറച്ചൊന്ന് ഉഷാറായപ്പോൾ ഇവിടെ വന്ന് തോമും പാച്ചും കൂടി ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു. ചാക്കോച്ചനെയും കൊണ്ട് ഡിവൈൻ മുകളിൽ അവനെ കുളിപ്പിക്കാൻ അവൻ്റെ പരിപാടികൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പാച്ചുത ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ വേണം എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ്റെ 1-2 തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അലക്കിയിട്ടത് ഉണങ്ങിയത് എടുത്തുകൊണ്ടൊന്ന് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ബെഡിലേക്ക് പതുക്കെ വെച്ചതും ആശാൻ ചാടി എണീറ്റു നേരെ എൻ്റെ കയ്യിലായാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർമ്മ വന്നാൽ എൻ്റെ മേത്തിരിക്കണം, അങ്ങനെയാണ് അവന്. അപ്പോൾ എൻ്റെ കയ്യിലായി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് കിടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമിയോ മെഡിസിൻ. അപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. 4 കുപ്പിയാണ് തന്നിട്ടുള്ളത്, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇങ്ങനെ പാച്ചുവിന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും അവന് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി. അവന് കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ടയേർഡായി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഉള്ളിലൊരു പേടിയായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റലൈസേഷൻ അഡ്മിഷനൊക്കെ വന്നാൽ ഈ ഒരു പ്രായത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഉണങ്ങിയ തുണി എടുക്കാൻ പോയ ഗ്യാപ്പിൽ പാച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ എന്തായാലും ഇപ്പോൾ മമ്മിയുടെ കയ്യിൽ ഇരിക്കും. അപ്പോൾ മമ്മി ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൈമാറി അവനെ എണീക്കണ്ട, അവന് തീരെ വയ്യാന്ന് തോന്നുന്നു, കിടപ്പ. അപ്പോൾ ഞാൻ മറ്റേ കോളിഫ്ലവർ ഉപ്പേരി ഇവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. കോളിഫ്ലവറും മുട്ടയും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എൻ്റെയൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകണേൻ്റെ സ്കൂളിൽ ഞാൻ ഒന്നാമത് വല്ലപ്പോഴേ പോവുള്ളൂ. അതിൽ വല്ലപ്പോഴേ മറ്റേ ചോറ് കൊണ്ടുപോകുള്ളൂ. ചോറ് കൊണ്ടുപോകുമ്പോൾ എൻ്റെ സ്ഥിരം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപ്പേരിയായിരുന്നു കേട്ടോ ഈ കോളിഫ്ലവറും മുട്ട ഇട്ടിട്ടുള്ള ഒരു തോരൻ. അപ്പം അതാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഇൻഡസിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാർജ് കടായിയാണ് ഞാൻ ഓർഡർ ചെയ്ത് കാണിച്ചത്. ഇതാണ് അതിൻ്റെ മീഡിയം സൈസ് കേട്ടോ. ഇത് കണ്ട, ഇത് മീഡിയം, ഇത് സ്മോള്, ഇത് സ്മോള്. ഞങ്ങളുടെ ഇപ്പോൾ സ്ഥിരം പാത്രങ്ങളാണിത്. ഇത് അവരുടെ ഫ്രൈ പാൻ ആണ്. ഒക്കെ നല്ല അടിപൊളിയാണ്, നല്ല ഭയങ്കര വെയിറ്റാ.
പക്ഷെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഏറ്റവും ഇഷ്ടമായത് ഇത് ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഭയങ്കര എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ മീഡിയം സൈസ്, ഇപ്പൊ ഞങ്ങൾ 3 ആളല്ലേ ഉള്ളു. അപ്പൊ മമ്മിയെ പറഞ്ഞത് ലാർജ് ഇപ്പൊ ഇനിയിപ്പോ അവിടെ ആവശ്യമില്ല, മറ്റേ ബിരിയാണി പോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഇവിടേക്ക് എനിക്ക് യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് വാങ്ങിച്ചത്. അപ്പൊ മമ്മി പറഞ്ഞത് ഇനി ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ വെച്ചോന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നമ്മള് ഇതാ എണ്ണ ചൂടായി ഇതിലേക്ക് നമ്മളിതാ കടുക്, നിങ്ങൾക്കൊക്കെ അറിയണ്ടാവില്ല, ഇത് പണ്ടത്തെ ആൾക്കാര് ഉണ്ടാക്കുന്ന റെസിപ്പി. പക്ഷെ എല്ലാവർക്കും അറിയില്ല, എല്ലാവരും കോളിഫ്ലവർ അങ്ങനെ യൂസ് ചെയ്യില്ല. നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഫ്രൈ ചെയ്തതിന്റെ ബാക്കി കുട്ടി പീസുകളാണ് ഇവിടെ. മറ്റേ നല്ല പീസുകൾ ഫ്രൈ ചെയ്യുക, അത് നല്ല മമ്മി ഫ്രൈ ചെയ്ത് മമ്മിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ബാക്കി വേസ്റ്റ് വരുന്ന ബാക്കി തണ്ട് ഷേപ്പ്ലെസ് ആയി കുഞ്ഞു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ ആദ്യം അറിയാത്തവർക്ക് വേണ്ടി പറയണം, ആദ്യം ജസ്റ്റ് കോളിഫ്ലവർ ചൂടുവെള്ളത്തില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും അതിലൊന്ന് ജസ്റ്റ് ഒരുപാട് വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുത്തു. ഇതേ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണ്ടേ, അതിൽ ഫ്ലേവർ നല്ലത് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മളത് കടുക് കുറച്ച് കടുക് ഇട്ട്, പിന്നെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക്, ഞാൻ കുത്തിപ്പൊടിയാണ് യൂസ് ചെയ്യുക, എന്നാലും ഒരു ഭംഗിക്ക് ഒരു ഫ്രെയിം ബ്യൂട്ടിക്ക് കട്ട് ചെയ്തിട്ട് നമ്മള് പച്ചമുളക് ഇങ്ങനെ കീറി കൈ കൊണ്ട് കീറിയിടും. ഞാൻ കത്രിക കൊണ്ട്. മമ്മിയൊക്കെ കത്രിക, മമ്മി ഫുൾ ഹൈടെക് ആണ്. ഞാൻ ആ കൈ കൊണ്ടാവും ചിലപ്പോ കുട്ടികളെ നമ്മള് ആ കൈ കൊണ്ട് കുട്ടികളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ വേപ്പിലിട്ട് കയ്യിലുണ്ട് അല്ലേ. മമ്മി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്റെ കയ്യിലേ പാച്ചുവാണ്, പാച്ചുവായ കാരണം ഞാൻ ചെയ്യണമെന്നുള്ളൂ കേട്ടാ. ഇതില് സബോള, പച്ചമുളക്, വേപ്പില, വേറെ ഒന്നും ഇല്ല കൂട്ടിട്ടാ. പച്ചമുളക് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മളിപ്പോ കുത്തിപ്പൊടി ഇടാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ കുത്തിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും നല്ല എരിവാണ് ഇഷ്ടം. അല്ല ചോപ്പർ വാങ്ങിക്കണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടോ. ഈ ചോപ്പർ ബട്ടർഫ്ലൈ അല്ലേ, ബട്ടർഫ്ലൈ പിജൻ ഭയങ്കര ഫ്ലോപ്പായിരുന്നു എനിക്ക്. ബട്ടർഫ്ലൈയുടെ അടിപൊളിയായിട്ട് ഇത് കുറേ നാളായി നമ്മൾ ഉപയോഗിക്കുന്നു. ഞങ്ങൾ കണ്ടറിയാം. ഞാൻ ദിവസത്തിലൊരു 3-4 തവണ കട്ട്ലേറ്റിലേക്ക് ആയാലും എല്ലാത്തിലേക്കും ഇതാ യൂസ് ചെയ്യാം. ശരിക്കും ടൈം സേവിങ് ആട്ടാ. പിന്നല്ലാണ്ട് എല്ലാം കൊണ്ടും ഇല്ല 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 അരിയണ സമയം പിന്നെ ചെറുതാവും തോറും നമുക്ക് മുരിക്കാൻ എളുപ്പമാണ്. കുറച്ച് ഉപ്പിട്ടേക്ക് പിന്നെ നമുക്ക് കഞ്ഞി വെച്ച് കൊടുത്ത് നോക്കാം. പൊടിയരി ഉണ്ട് വേണമെങ്കിൽ പൊടിയരി കഞ്ഞി വെക്കാം. ഇത് വാടി ഇനി നമുക്ക് ഇതിലേക്ക് അല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഇട്ടാൽ മതി മണി. അപ്പോൾ ഒന്ന് മുരിഞ്ഞോളൂ, വേഗം മുരിയാനായിട്ട് എളുപ്പതാ. കുത്തിപ്പൊടി ഈ കുത്തിപ്പൊടിയുടെ ആളല്ലേ. കുത്തിപ്പൊടിയുടെ അതൊരു ഭംഗിയ, ഒരു പ്രത്യേക ഭംഗിയാണ്. മുളക് പൊടി ഇടുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ആ കോളിഫ്ലവർ മൊത്തം ചുവന്ന കളറാവും. കുത്തിപ്പൊടി ആവുമ്പോ അവിടെ ഇവിടെയും കിടക്കും. ഫ്ലേക്സ് തന്നെയാണ് നല്ലത്. മമ്മി കണ്ടോ അതല്ലേ, ഞാൻ ഫ്ലേക്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യാം. കണ്ടി ചോറ് പാത്രത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരുന്നത് ഈ മുട്ടയും കുത്തിപ്പൊടിയുടെ ഒരു. മറ്റേത് എങ്ങനെയാ വെച്ചാൽ കുഴഞ്ഞു പോകും. ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കണേ. അപ്പൊ അതുകൊണ്ട് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് വെറുതെ തിന്നാണ് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ ഇതിൽ പച്ചമുളക് നിങ്ങൾ എണ്ണം കൂട്ടണതിനനുസരിച്ച് മുളക് പൊടിയുടെ ഇത് കുറയ്ക്കണം കേട്ടോ. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. കുറച്ച് മതി. നമ്മൾ ആദ്യം തേങ്ങ ഇട്ടിട്ട് മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ മുരിയാൻ ഇത്തിരി താമസം എടുക്കുക, തേങ്ങയുടെ ആ ഒരു നനവ് കാരണം. ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. തേങ്ങ വല്ലാണ്ട് മുരിയൊന്നും വേണ്ട, ആ ഒരു കടിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് ചൂടായി ഇനി അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് ഇളക്കാം. എന്നിട്ട് മുട്ടയിടാം. അപ്പോൾ ആ കോളിഫ്ലവറിലൊക്കെ മുട്ട പിടിച്ച് സെറ്റ് ആയിക്കോളും. മമ്മി തിരിച്ചാണോ ചെയ്യുക? എങ്ങനെയായാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ ആദ്യം മുട്ടയിടാം, അത് ചില സമയത്ത് മറന്നിട്ടാവും ചെയ്യുക. അപ്പം പിന്നെ അതാണ് പണിയെന്ന് പറയും, അത്രേ ഉള്ളൂ.
എങ്ങനെയായാലും കുഴപ്പമില്ല, കണക്കാ, രണ്ടും കണക്കാ. എന്താട്ടാ അമ്മൂടിയുണ്ട്. ഓൾറെഡി ഉപ്പുണ്ട്, നമ്മൾ ഇളക്കുമ്പോൾ ശരിയായിക്കോളും. മക്കൾക്ക് നമ്മൾ സെപ്പറേറ്റ് ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം കോളിഫ്ലവർ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, സബോളയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് മുട്ടയില് സെപ്പറേറ്റ് ഉപ്പിടാത്തത് കേട്ടോ. ഇനി മുട്ടയുടെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ 2 മുട്ട എടുത്തിട്ടുള്ളൂ. മുട്ട കൂടുന്തോറും ടേസ്റ്റ് കൂടും. നമുക്ക് പിന്നെ ഉച്ചത്തേക്ക് മാത്രം മതി. അപ്പോൾ അത് ഓവറാവാനുണ്ടല്ലോ വെച്ചിട്ട് അളവ് കൂടുമല്ലോ മുട്ട ഇടുന്തോറും. അവസാനം വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൊഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. പച്ച വെളിച്ചെണ്ണ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ ടേസ്റ്റ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു മണമുണ്ട്. തുണ്ട് മതിട്ടാ. അത് നമുക്ക് എല്ലാവരും ഒരു മേമ്പൊടി ഞാൻ കുറച്ചുകൂടി ഒഴിക്കൂട്ടോ. വേണ്ട, കുറച്ച് മതി. നമ്മളെല്ലാവരും കൊളസ്ട്രോളും ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ആൾക്കാരാണ്. കുറച്ച് മതി. ഓക്കെ, റെഡി. ഇന്ന് വലിയൊരു ഹെവി മെനു ഒന്നുമില്ല. കാരണം ദിവാൻ്റെ കൊച്ചിൻ്റെ ഡ്യൂട്ടി, എനിക്ക് ഇവൻ്റെ ഡ്യൂട്ടി, മമ്മിക്ക് പിന്നെ ഫുൾ ഡ്യൂട്ടിയാണ്. അപ്പം അതുകൊണ്ട് വളരെ നോർമൽ. അത് ഉച്ചൽ പരിപ്പ് കറി ഉണ്ട്. ഒരു തുണ്ട് ബാക്കിയുണ്ട്. ഇന്നലെ ഞാൻ ഉണ്ടാക്കി മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. പിന്നെ ഇത് പുതിയതൊരെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാൻ അത് ഉച്ചയിലത്തെ ഒരു നേരമല്ലേ, രാത്രിയല്ലേ ഹെവി ആയിട്ട് വരുന്നത്. രാത്രിയും രാവിലെയും ഞങ്ങൾക്ക് എന്താ പറയുക കറക്റ്റാണ്. ഉച്ചയ്ക്ക് തട്ടിക്കൂട്ടായിട്ട് മിക്കവാറും ഞാൻ വല്ല കട്ട്ലേറ്റോ മീൻ വറുത്തതോ ഇതുപോലെ സൂത്രപ്പടികളൊക്കെ ചെയ്ത് നിർത്തും. അതെ അതെ, ഞാൻ സംഭവം കട്ട്ലേറ്റിലേക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്നാക്സിലേക്ക് ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തേക്കണം, കുഴച്ചേക്കണം. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കാറില്ലേ. എന്നാ കൈമാറാണ്, ചോറിനിട്ട് കൈമാറണം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മീൻ വറുക്കണ്ടേ? അങ്ങനെ ചോറൊക്കെ ഉണ്ട്. ഞങ്ങൾ വീണ്ടും വന്ന് കിടന്നു. ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നിട്ടുണ്ട്. അമ്മയ്ക്ക് തരുമോ? അമ്മയ്ക്ക് ഇതേതാ കളറ് പച്ചു? താങ്ക് യു പച്ചു. പതുക്കെ തല പൊക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്ക്കും ജെംസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആശാൻ കണ്ണ് തുറന്നതും അതാ കണ്ടത്. അപ്പോൾ ഇതാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് തരാണ്ട് കഴിക്കില്ല കേട്ടോ. ഞാൻ പല കുട്ടികളും കണ്ടിട്ടുണ്ട് കൊടുക്കാണ്ട്. പക്ഷെ അവൻ എന്തുണ്ടെങ്കിലും എനിക്ക് തരും. ഞാൻ ചോദിച്ചാൽ എനിക്ക് തരും. ജെംസ് കഴിക്കുക. വാവു മാറിയോ? അയ്യോ അങ്ങനെ അമ്മയ്ക്ക് വേണം പ്ലീസ്. അമ്മയ്ക്ക് വേണം. ഒരെണ്ണം കൂടി ഇതാ പ്ലീസ്. ഒരെണ്ണം കൂടി ഇതാ പ്ലീസ്. തോന്നുന്നു ചെറുതായിട്ടൊന്ന് അവന് ഉഷാറായും തോന്നുന്നുണ്ട്. കുറച്ച് നേരം ഉറങ്ങിയല്ലോ, അപ്പോൾ ഒന്ന് ബെറ്ററായും തോന്നുന്നുണ്ട്. ഞാൻ പറ്റിക്കൊന്ന് കഞ്ഞി കൊടുക്കാൻ നോക്കട്ടെ കേട്ടോ. കഞ്ഞി കൊടുക്കാൻ പോയെങ്കിലും അവൻ ഒന്നും കഴിച്ചില്ല. അപ്പോഴേക്കും കുറച്ചും കൂടി ഈ ടെമ്പറേച്ചറൊന്ന് താഴത്തേക്ക് പോവാൻ എന്താ വഴിയെന്ന് ആലോചിക്കായിരുന്നു. കാരണം പാരസെറ്റമോൾ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനൊരു നിലയ്ക്കും കഴിക്കാൻ കൂട്ടാക്കണില്ല. അപ്പോൾ ജസ്റ്റ് തുണി നനച്ചിടാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ അതും അവൻ സമ്മതിക്കണില്ല. അങ്ങനെ ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്. പക്ഷെ അവൻ കുറച്ച് ഒന്നവൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര എനർജി എടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും വയ്യാണ്ട് വന്ന് കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോമുചേട്ടൻ നമ്മുടെ ഡേ കെയറിന് വന്നു. തോമുചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പാച്ചുവിന് ഇരിക്കാൻ പറ്റില്ല. കാരണം തോമു വന്നാൽ കളിക്കാൻ പോവുക. ഇതാണ് പാച്ചുവിൻ്റെ ഒരു റുട്ടീൻ. അങ്ങനെയാണ്. ഇവർ ഭയങ്കര സെറ്റാണ് കേട്ടോ. അപ്പോൾ തോമുചേട്ടൻ വന്നിട്ട് ചാക്കോച്ചനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ 3 പേരും ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ വളരുന്നത്. എനിക്ക് എപ്പോഴും എൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ ചെറുപ്പകാലം ഓർമ്മ വരും ഇവരുടെ ഒരു അറ്റാച്ച്മെൻറ്റും ക്ലോസ്നെസ്സൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ ശരിക്കും 4 മണിയായപ്പോഴാണ് തോമു വന്നത്. ഇതിപ്പോൾ രാത്രിയായിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അങ്ങനെ രാത്രിയായി, ഞാൻ കുളിച്ച് എല്ലാം കഴിഞ്ഞു കിടക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻസൺ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാച്ചുവിനെ റൂമിൽ കിടത്തി ഉറക്കുന്ന സമയത്താണ് വന്നത്. പിന്നെ അപ്പോൾ തൊട്ട് ഞാൻ ഫോൺ എടുത്തില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ആൻസൺ ചേട്ടൻ വരുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ഫോണിൽ അങ്ങനെ വ്ളോഗായിട്ട് എടുക്കില്ല. നമുക്ക് കുറച്ച് പേഴ്സണൽ ഒരു സ്പേസ് അല്ലേ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഡിവൈനും മമ്മിയൊക്കെ കുറച്ച് വന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസ് എന്തോ എടുത്തിട്ട് തോന്നുന്നുണ്ട്. ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇന്ന് പോകാനിരിക്കുകയായിരുന്നു. ആൻസേട്ടൻ ഇന്നാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വനമ്പത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ പാച്ചുവിന് വയ്യാണ്ടായത്. അപ്പോൾ ആൻസേട്ടൻ പറഞ്ഞു വരട്ടെ, ട്രാവൽ ചെയ്യട്ടെ, കാരണം അവന് വൊമിറ്റിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ട്രാവൽ ചെയ്യുമ്പോൾ അത് കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് അതുകൊണ്ടാണ് പോകാണ്ടിരുന്നത്. അപ്പോൾ ആൻസേട്ടന് വന്നത് അവന് വയ്യാന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ബുള്ളറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. കാര്യം നാളെ രാവിലെ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇന്നതേ വന്ന് ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ട് ഒരു 10 മണിയായപ്പോഴാണ് അവിടുന്ന് പോയത്. അപ്പോൾ അതുവരെ അപ്പനും മോനും കൂടി കുറേ നേരം ഇരുന്നു. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഞങ്ങളൊക്കെ കൂടി ഡിന്നറൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ആൻസേട്ടൻ പോയി. അപ്പോൾ പാച്ചുവിന് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അവൻ ഇത് മെഡിസിൻ കഴിക്കണില്ല, പാരസെറ്റമോൾ കഴിക്കണേ. നല്ല ഫീവറാണ്, ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ പാരസെറ്റമോൾ എന്ത് ചെയ്തവൻ കഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോമിയോ കാണിച്ചത്. പക്ഷേ ഹോമിയോയിൽ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് പാരസെറ്റമോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കണം, കാരണം ടെമ്പറേച്ചർ ഒരുപാട് അധികമായി ഈ ഒരു പ്രായത്തിൽ അത്ര നല്ലതല്ലല്ലോ. പക്ഷെ പാച്ചു എന്ത് ചെയ്താൽ കുടിക്കണില്ല. നമ്മൾ നിർബന്ധിച്ച് കൊടുത്തത് അങ്ങനെ ഛർദ്ദിച്ച് കളയാം. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവൻ്റെ ഈ ടെമ്പറേച്ചർ കുറയാണ്ടിരിക്കണത്. പക്ഷെ എനിക്ക് നോക്കിയപ്പോൾ കുറച്ചൊന്ന് ഒരു ബെറ്റർ ആയ പോലെ തോന്നി. അവന് വല്ലാണ്ട് ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് മാറിയിട്ട് കുറച്ച് ഉഷാറായി. ഉച്ച വരെ കുറച്ച് എന്താ പറയുക, ഭയങ്കര ടെമ്പറേച്ചറായിരുന്നു. നമ്മൾ തൊടുമ്പോൾ തന്നെ പൊള്ളി പോകുന്ന ചൂടായിരുന്നു. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും കുറച്ചൊരു ബെറ്ററായ പോലെ ഉണ്ട്. അപ്പോൾ മിക്കവാറും അവൻ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ നാളെ മുനമ്പത്തേക്ക് പോവാം എന്നാണ് പ്ലാൻ. പിന്നെ ആനിവേഴ്സറി ഒക്കെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം അങ്ങനെയുള്ള വലിയ പ്ലാനുകളൊന്നുമില്ല. ജസ്റ്റ് വീട്ടിൽ തന്നെ ആയിരിക്കുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പോൾ അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാണ്ട് ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനി പാച്ചുവിൻ്റെ ആ പനിയൊന്ന് മാറി കിട്ടിയാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. പാച്ചുവിനെ ഞാൻ കുളിപ്പിച്ച് കിടത്തി. പണ്ടൊക്കെ പറയും പനിയുള്ളപ്പോൾ കുളിപ്പിക്കരുതെന്നൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സൊക്കെ തിരിച്ചാണ് പറയണത്. എൻ്റെ അടുത്ത് തല വരെ കുളിപ്പിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെ കുളിപ്പിച്ച് അവനെ കിടത്തിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടൊന്നുമില്ല ആശാൻ, എന്നാലും ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പാപ്പൻ്റെ കൂടെ. മമ്മി അപ്പുറത്തിരുന്ന് വീഡിയോ എഡിറ്റിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും വേഗം കിടക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആൻസേട്ടൻ വന്നതിന് ശേഷം പിന്നെ ഞാനൊന്നും വീഡിയോയിൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്താൽ കൊള്ളാം കേട്ടോ, എന്തൊക്കെ കണ്ടൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത്. ഈ ഡേ ഇൻ മൈ ലൈഫ് അല്ലാണ്ട് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് Q&A പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഗെയിംസോ അല്ലെങ്കിൽ ചാലഞ്ചസോ എനിക്കിഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പക്ഷെ അത് എന്ത് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തമായ ധാരണയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അസുഖങ്ങൾ, നമുക്ക് ബോഡി ഒന്നും ഓക്കെ ആയില്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ച് എനിക്ക് ചുമയൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ബോഡി മൊത്തം വേദനെടുക്കണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ളൊരു, നമുക്ക് ചിന്തിക്കാനും ഇപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോലും ഉള്ളൊരു എന്താ പറയുക, ഒരു മൂഡ് ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടത്തോടെ ചെയ്താൽ അതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ ഒരു മാസം മൊത്തം ഹെൽത്ത് പ്രശ്നങ്ങളും പിന്നെ പിള്ളേരെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസായിട്ട് കുറച്ച് തട്ടിക്കൂട്ട് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബെറ്റർ ആക്കാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സജഷൻസ് ഒക്കെ ധൈര്യമായിട്ട് പറയുക. പോസിറ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ പോസിറ്റീവ് സജഷൻസ് ഒക്കെ എന്തായാലും ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഞാനത് ഉള്ളിലേക്ക് എടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ സജഷൻസ് ഒക്കെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.